ഇന്ത്യയിലെ കാർ വിപണി ഇപ്പോൾ ടോപ്പ് ഗിയറിലാണ്. പക്ഷേ എഞ്ചിന്റെ ഇരമ്പലല്ല, വൈദ്യുതിയാണ് താരം. ഈ മേഖലയിൽ കഴിഞ്ഞ 5 വർഷമായി രാജ്യം കൈവരിച്ച നേട്ടം അറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. 2020 3252 കാറുകളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. 2025 ആകുമ്പോൾ അതിന്റെ എണ്ണം 1.7 ലക്ഷമായി ഉയർന്നു കഴിഞ്ഞു. രാജ്യത്തെ കാർ ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള പ്രിയം വർദ്ധിച്ചു വരുന്നു എന്നതിനുള്ള തെളിവാണിത്. ഈ മുന്നേറ്റത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയാം? സംശയം വേണ്ട, കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ EV രജിസ്ട്രേഷന്റെ 30 മുതൽ 35% വരെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. മഹാരാഷ്ട്ര കൂടി ചേർത്താൽ രാജ്യത്തെ പകുതിയോളം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഈ മേഖലകളിൽ നിന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മുന്നിൽ നിൽക്കുന്നത്? അത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഭൂമിശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. കേരളം ഒരു വലിയ നഗരമാണ്. ഹൈവേകളെല്ലാം പ്രധാന പട്ടണങ്ങളുമായി ചേർന്ന് കിടക്കുന്നു. ഇത് യാത്ര എളുപ്പമാക്കുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ചാർജിംഗ് സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ബാറ്ററി തീരുമോ എന്ന പേടി മലയാളികൾക്കില്ല. അതിനൊപ്പം തന്നെ കേരളത്തിന്റെ റോഡും കാലാവസ്ഥയും ഈ വാഹനങ്ങൾക്ക് അനുയോജ്യവുമാണ്. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള സാന്ദ്ര നഗരങ്ങളിലെ ഭൂമിശാസ്ത്രവും ഇത്തരം വാഹനങ്ങൾക്ക് ഗുണം നൽകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇവിടുത്തെ യാത്രകളെല്ലാം ചെറുദൂരത്തേക്കുള്ളതാണെന്നുകൂടി നമ്മൾ ആലോചിക്കണം. പണ്ട് സബ്സിഡികൾ നോക്കിയാണ് ആളുകൾ കാറുകൾ വാങ്ങിയിരുന്നത്. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ചാർജിംഗ് സൗകര്യം, കുറഞ്ഞ ചിലവ്, ഡ്രൈവിംഗ് അനുഭവം എന്നിവയ്ക്കാണ് ആളുകൾ മുൻഗണന നൽകുന്നത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന ചാർജിംഗ് കോറിഡോറുകളും ആളുകൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. 2024 2.4 ആയിരുന്നു EV വിപണി വിഹിതം. അത് 2025 ആകുമ്പോൾ 4% ഉയർന്നു. ഈ മാറ്റത്തിന്റെ മുൻനിരയിൽ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോഴും സുരക്ഷിതമായിട്ട് തുടരുന്നുണ്ട്. ഭാവി വൈദ്യുതമാണ്. ആ പാതയിൽ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരു മാതൃകയുമാണ്.